8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. വിശദമായ വാർത്തകളിലേക്ക്. നിലമ്പൂരിന് ആവേശമായി റൺ ഫോർ നിലമ്പൂർ. 1000-ഓളം പേർ അണിനിരന്നു. ജനുവരി 6, 7 തീയതികളിൽ നിലമ്പൂരിൽ നടക്കുന്ന നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ പ്രചാരണാർത്ഥമാണ് റൺ ഫോർ നിലമ്പൂർ സംഘടിപ്പിച്ചത്. അതിന്റെ തൊട്ടുപുറകിലായി നമ്മുടെ യാത്ര നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് കാപ്പറ്റി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ അപകടം ഉണ്ടാക്കാൻ വേണ്ടി കോഴിക്കോടിന്റെ എയർപോർട്ട് വരെ ഞാനായിരുന്നു അതിനെ ചെയർമാൻ, മെനാക്കിന്റെ ചെയർമാൻ. അന്ന് ആരംഭിച്ച ആ കുടുംബമായി നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ നിലമ്പൂരിന് ലോക ഭൂപടത്തിൽ നല്ല സ്ഥാനം കൊടുക്കുന്ന ഒരു സംഭവമായി മാറും. നിലമ്പൂര് എല്ലാ നിലക്കും ഇതറിയാം, എല്ലാ നിലക്കും പ്രകൃതി സമ്പന്നമാണ്. ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിനുവേണ്ടി നമുക്ക് മാറ്റുന്നത് ചെറുപ്പക്കാരൊക്കെ ആ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓടാം, അല്ലെങ്കിൽ നടക്കാം. എല്ലാത്തിനും ദൈവം സഹായിക്കുന്ന സുഹൃത്ത് കേരളത്തിന്റെ അതിർവരമ്പൊരുക്കി നിലകൊള്ളുന്ന നിലമ്പൂരിന്റെ ടൂറിസത്തെ ലോകത്ത് അടയാളപ്പെടുത്താൻ ഒരുക്കുന്ന നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ ഭാഗമായിട്ട് ഒരുക്കിയ ജനകീയ കൂട്ടായ്മയാണ് ഈ വഴിത്താരങ്ങളെ പോലും ധന്യമാക്കിക്കൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ കനോലി പ്ലോട്ടിൽ നിന്ന് പുറപ്പെട്ട് താഴെ ചന്തക്കുന്ന് വഴി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹൈസ്കൂൾ മൈതാനത്ത് സമാപിച്ചു. PV അബ്ദുൽ വഹാബ് MP-യും ആരേട്ടൻ ഷൗക്കത്ത് MLA-യും പങ്കെടുത്തു. ടൂറിസം ഓർഗനൈസേഷൻ വർക്കിംഗ് കൺവീനർ മുജീബ് ദേവശ്ശേരി, സബ് കമ്മിറ്റി ചെയർമാൻ വിനോദ് P. മേനോൻ, സബ് കമ്മിറ്റി കൺവീനർ നിസാമുദ്ദീൻ കോഴിശ്ശേരി, PM കാലിദ് അകമ്പാടം, മുഹമ്മദ് കോയ കടവത്ത് എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂരിനെ രാജ്യാന്തര ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനുവരി 6, 7 തീയതികളിൽ നിലമ്പൂരിൽ നിലമ്പൂർ ടൂറിസം കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും അംഗങ്ങളോടൊപ്പം സാധാരണ ജനങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഇതിനോടകം 1000-ലധികം പേർ ഓൺലൈനായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. കോൺക്ലേവിന്റെ ആദ്യഘട്ടമായി നിലമ്പൂരിന്റെ ടൂറിസം മേഖലയെ സമഗ്രമായി വികസിപ്പിക്കുന്നതിന് 100 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. പദ്ധതിക്ക് ആവശ്യമായ ധനസഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാക്കുന്നതിനുള്ള യോജിച്ച നടപടികൾ സ്വീകരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ടൂറിസം വികസനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സംരംഭകർക്കും പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.